മഹി, നിനക്കെന്താ അവരുടെ കാര്യത്തിൽ ഇത്രക്കു സിമ്പതി? അവർ നിന്റെ സ്വന്തം അമ്മയൊന്നുമല്ലോ ഒരുപാടങ്ങ് വിഷമം തോന്നാൻ. നിനക്കറിയാലോ അവരിവിടെയുള്ളത് കാരണം നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ചൊന്നു പുറത്തു പോലും പോകാൻ പറ്റാതായി. അത് മാത്രമാണോ, ഗസ്റ്റ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരെ ഒന്ന് കാണിക്കാൻ പോലും കൊള്ളില്ല, അമ്മാതിരി കറുത്ത് വൃത്തികെട്ടൊരു രൂപം. അവരെ ഏതെങ്കിലും അഡൾട്ട് ഹോമിൽ ആക്കാൻ എത്ര നാളായി ഞാൻ പറയുന്നു. അവിടെ ആണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണവും കെയറും കിട്ടും. നമ്മളും ഒന്ന് ഫ്രീ ആവും. മാസാമാസം കാശ് ഞാൻ കൊടുത്തോളാം. മഹി, അതോർത്തു ടെൻഷനൊന്നും അടിക്കേണ്ടെന്നേ. ദീപേ, മതി നിർത്തു, കുറെയായി നീ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ അവർ നമ്മുടെ കൂടെ വീട്ടിൽ നിൽക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാനായിട്ട് തന്നെ അങ്ങ് ഒഴിവാക്കിയേക്കാം. വരുന്ന ഞായറാഴ്ച വരെ നീയൊന്നു ക്ഷമിക്കൂ. ഇത്രയും പറഞ്ഞയാൾ അവിടെ നിന്നും പോയി. മഹേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ദീപക്ക് ആഹ്ലാദമടക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ഒന്നു കയറിയപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു താനും മഹിയുമായൊറ്റയ്ക്കുള്ളൊരു ജീവിതം. എത്രയൊക്കെ ടൂർ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതൊക്കെ ആ നശിച്ച തള്ള കാരണം ഇല്ലാണ്ടായി. ഇനി വേണം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ. അവൾ ഞായറാഴ്ചയാകാൻ കാത്തിരുന്നു. അമ്മേ, എല്ലാം പാക്ക് ചെയ്തില്ലേ? എന്നാൽ വരൂ, നമുക്കിറങ്ങാം. നമ്മളെങ്ങോട്ടാ മോനെ പോകുന്നത്? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ടമ്മേ. അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മ വരൂ, കാറിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളൂ. ദീപ ബാക്കിൽ ഇരുന്നോളും. അയാൾ തന്റെ അമ്മയെ തന്റെയൊപ്പം ഇരുത്തിയ ശേഷം ദീപയോട് കയറാൻ ആംഗ്യം കാണിച്ചു. അവളാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ തന്നെ കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. അധികം താമസിയാതെ ആ വയസ്സായ തള്ള ഇരിക്കുന്ന സ്ഥാനത്ത് താൻ ഇരിക്കുമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ആഹ്ലാദം സഹിക്കാനായില്ല. അവൾ മഹിയുമായി ടൂർ പോകുന്ന സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് കണ്ണുകളച്ചിരുന്നു. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം ഏതോ ഒരു സ്ഥലത്ത് മഹേഷ് വണ്ടി നിർത്തി. അയാൾ ഡോർ തുറന്നു പുറത്തിറങ്ങിയ ശേഷം പിറകിലെ സീറ്റിലിരിക്കുന്ന ദീപയെ കൈകൊണ്ട് തട്ടി വിളിച്ചു. ഇത്ര പെട്ടെന്ന് നമ്മളെത്തിയോ മഹി? അവൾ ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. ഹേ, ഇതെന്റെ വീടല്ലേ? നമ്മളെന്താ ഇവിടെ? ഓഹോ, എന്റെ അച്ഛനുമമ്മയോടും യാത്ര പറയാൻ വന്നതാകുമല്ലേ ഈ മഹിയുടെ ഒരു കാര്യം. അയാളവൾ പറയുന്നത് മുഴുവൻ കേൾക്കാതെ കാറിന്റെ പുറകുവശത്തേക്ക് പോയി ഡിക്കി തുറന്നൊരു വലിയ ബാഗെടുത്ത ശേഷം അവളുടെ സമീപത്തേക്ക് തിരിച്ചു വന്നു. ദീപ, ഇതിൽ നിന്റെ സാധനങ്ങളെല്ലാമുണ്ട്. ബാക്കി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം പോലെ ഞാനിങ്ങെത്തിച്ചേക്കാം. മഹി, നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? ദീപ, നീ ഇനി മിണ്ടരുത്. ഇവിടെ ഇനി ഞാൻ പറയും, നീ കേൾക്കും. തത്കാലം അത് മതി. ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ തുടർന്നു. എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കാമെന്ന് കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതെന്റെ അമ്മയല്ല, മറിച്ച് നിന്നെ തന്നെയാണ്. എന്റെ അച്ഛൻ വിവാഹം കഴിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് പ്രായം 3 ആണ്. അന്നു മുതൽ എന്റെ കല്യാണം കഴിയുന്നത് വരെ എന്നെയൊന്നു തനിച്ചുപോലും കിടത്താതെ അവരുടെ കൂടെ കിടത്തിയാണ് ഉറക്കിയിട്ടുള്ളത്. ഒരു പച്ചീർക്കിലി എടുത്തവരെന്നെ അടിച്ചതായോ ഒന്ന് വഴക്കു പറഞ്ഞതായോ എന്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്ക് തന്നിട്ട് എന്റെ വയർ നിറഞ്ഞതിനു ശേഷമേ അവരാഹാരം കഴിച്ചു ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു പനി വന്നാൽ പോലും അത് മാറാതെ അവരുറങ്ങാറില്ല. എനിക്ക് നല്ല വസ്ത്രങ്ങൾ ഇഷ്ടാനുസരണം മേടിച്ചു തരുമ്പോൾ അവരൊരു നല്ല സാരി മേടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് നല്ല ഭക്ഷണം മേടിച്ചു തരുമ്പോൾ സ്വാദ് നോക്കാൻ പോലും അതിൽ നിന്നും ഒരു കഷ്ണം അവരെടുത്തു കഴിച്ചു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 6ൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛനൊരപടത്തിൽ മരിക്കുന്നത്. അന്നവർക്ക് പ്രായം 29. വേണമെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷേ എന്നെ ഓർത്തവർ കഴിച്ചില്ല. എനിക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണവർ ജീവിച്ചത്. അവരുടെ ആയുസ്സിന്റെ മുക്കാലും അവർ പ്രയത്നിച്ചതും എനിക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള എന്റെ അമ്മയെ ഇന്നലെ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി വല്ലിടത്തും കൊണ്ടുപോയി കളയാൻ എനിക്ക് മനസ്സില്ലടി പുല്ലേ. കളയേണ്ടത് അവരെയല്ല, നിന്നെയാണ്. അത് കേട്ടതും അയാളുടെ അമ്മ മോനെ എന്ന് വിളിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അമ്മ അവിടെയിരിക്കൂ, ഇതിൽ അമ്മ ഇടപെടേണ്ട കാര്യമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരട്ടെ. കണ്ണു മിഴിച്ചു നിൽക്കുന്ന ദീപയെ നോക്കിയാൽ തുടർന്നു. ആ കാറിൽ ഇരിക്കുന്ന സ്ത്രീയുടെ ആരുമല്ല ഞാൻ. അവരും ഞാനുമായി രക്തബന്ധം ഇല്ലായിരിക്കാം. പക്ഷേ അവരെനിക്ക് എല്ലാമാണ്. പ്രസവിച്ചില്ലെങ്കിലും എന്നെ പോറ്റി വളർത്തിയതവരാണ്. അവരെനിക്കെന്റെ അമ്മയെപ്പോലെയല്ല, അമ്മ തന്നെയാണ്. ദൈവത്തിനു മുകളിലാണ് അവർക്കു ഞാൻ നൽകിയ സ്ഥാനം. നീ പറഞ്ഞല്ലോ അവർ കറുത്തതാണെന്ന്. ശരിയാ, അവർ കറുത്തതാ. പക്ഷേ ശരീരം കറുത്തതാണെങ്കിലും അവരുടെ മനസ്സിന് നല്ല വെണ്മയാണ്. പക്ഷെ നീയോ? നിന്റെ അകവും പുറവും കറുപ്പാണ്. അതെത്ര കുളിച്ചാലും മാറില്ല. നിന്റെ ഈ ദുഷിച്ച മനസ്സ് എന്ന് മാറുന്നുവോ അന്ന് നിനക്ക് വേണ്ടി എന്റെ വീടിന്റെ വാതിൽ തുറക്കും. ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ തന്നെയിരിക്കും. നിന്റെ വീട്ടിലും ചേട്ടന്റെ ഭാര്യയായി ഒരുത്തി വന്നു കയറിയിട്ടുണ്ടല്ലോ. അവൾക്കും നിന്റെ പോലത്തെ മനസ്സാണെങ്കിൽ അധികം താമസിയാതെ നിന്റെ അച്ഛനും അമ്മക്കുമായൊരു മുറി അഡൾട്ട് ഹോമിൽ ഉടനെ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് എന്റെ അമ്മക്ക് വേണ്ടി നീ ബുക്ക് ചെയ്ത മുറി പെട്ടെന്നൊന്നും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരും. തൽക്കാലം ഞാൻ പോകുന്നു. എന്റെ അമ്മക്കിഷ്ടമുള്ള സ്ഥലമായ ഗുരുവായൂരപ്പന്റെ നടയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഉറപ്പായും പ്രാർത്ഥിക്കും. എന്താണെന്നോ നിനക്കൽപ്പം വിവേകപൂർവ്വം ചിന്തിക്കാൻ തോന്നണേ ഭഗവാനെ എന്ന്. ഇത്രയും പറഞ്ഞ ശേഷം പിന്നോട്ടൊന്നു തിരിഞ്ഞുപോലും നോക്കാതെ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ അയാൾക്ക് മനസ്സിൽ യാതൊരു കുറ്റബോധവും തോന്നിയില്ല. ഈറനണിഞ്ഞ കണ്ണുകളുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അമ്മയോട് അയാൾ പറഞ്ഞു. അവൾക്കറിയില്ലല്ലോ അമ്മയെ മറ്റാർക്കു വേണ്ടിയും എന്റെ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ലെന്ന്. ഒരു ദിവസം പല്ലു തേക്കാതെ ഇരിക്കാവോ, കുളിക്കാതെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാതെ ഇരിക്കാം, പക്ഷേ എന്റെ അമ്മയെ പിരിഞ്ഞിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റോ? അയാളുടെ കണ്ഠമിടറി.
കണ്ണിൽ നിറഞ്ഞു വന്ന കണ്ണുനീർ പുറത്തേക്കൊഴുകാതെ സാരിത്തലപ്പ് കൊണ്ടൊപ്പിയ ശേഷം കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ആ സ്ത്രീ മെല്ലെ പറഞ്ഞു. എന്റെ മുജ്ജമ സുഹൃതം.